അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ പാർട്ട് 2 കിതാബിലെ രണ്ടാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുസാനി പാഠം 2 മി ൻ ബ റുൻ മിംബറുൻ മി ൻ ബ റുൻ മിംബറുൻ മീമ് നൂന്. മീമ് ആദ്യത്തിൽ വരുമ്പം ഇങ്ങനെ എഴുതണം, ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ, അവസാനം വരുമ്പോൾ ഇങ്ങനെ. മുസമ്മിലുൻ 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 അമദിൻ 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 അത്അമ 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 മുസമ്മിലുൻ അമദിൻ അത്അമ മുസമ്മിലുൻ അമദിൻ അത്അമ. നൂന് ആദ്യത്തിൽ വരുമ്പോൾ, നൂന് ഇടയ്ക്ക് വരുമ്പോൾ, നൂന് അവസാനത്തിൽ വരുമ്പോൾ. നഅമ 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 മൻഫൂഷൻ 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 നസ്തഈനു 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 നഅമ മൻഫൂഷൻ നസ്തഈനു നഅമ മൻഫൂഷൻ നസ്തഈനു. ആദ്യം മുതൽ നോക്കാം. മിംബറുൻ മുസമ്മിലുൻ അമദിൻ അത്അമ മുസമ്മിലുൻ അമദിൻ അത്അമ നഅമ മൻഫൂഷൻ നസ്തഈനു നഅമ മൻഫൂഷൻ നസ്തഈനു. അപ്പോൾ പാഠഭാഗം നന്നായി വായിക്കാൻ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ എന്താണ് കാണുന്നത്? ആക്ടിവിറ്റിയാണല്ലേ. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. മീമ് നൂന് എന്നീ അക്ഷരങ്ങൾ ചേർത്തെഴുതുന്ന രൂപങ്ങൾ എഴുതാം. മീമ് ആദ്യത്തിൽ, ഇടയ്ക്ക്, അവസാനം. നൂന് ആദ്യത്തിൽ, ഇടയ്ക്ക്, അവസാനം. പകർത്തി എഴുതുക. ഓരോ രൂപങ്ങളും നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പഠിച്ചല്ലോ ഇപ്പോൾ. അപ്പോൾ അത് പകർത്തി എഴുതുക. അടുത്തത് ചിത്രം നോക്കി പേരെഴുതാം. ഇവിടെ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രങ്ങൾക്ക് എന്ത് പേരാണ് പറയുന്നതെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇവിടേക്ക് എഴുതി വെക്കണം. ഇതെന്താണ്? ചെടിയാണല്ലേ. ചെടിക്ക് നമ്മൾ എന്തോ പഠിച്ചത്? ഓർസുൻ. ഓർസുൻ എന്നായിരുന്നല്ലേ. അത് ഇവിടെ എഴുതുക. അടുത്തത് എന്താണ്? മരങ്ങളാണ് പഠിച്ചത്. മരം. മരത്തിന് എന്തോ പഠിച്ചത്? ഷജറുൻ. അത് ഇവിടെ എഴുതുക. ഇനി അടുത്തത് ബൗളാണ് പഠിച്ചത്. ബൗളിന് എന്തോ പഠിച്ചത്? ത്വഷ്തുൻ. ഇവിടെ ത്വഷ്തുൻ എന്ന് എഴുതുക. അടുത്തത് എന്താണ്? പച്ചക്കറികളാണ്. പച്ചക്കറിയൊക്കെ എന്താ പറയുന്നത്? ഹുളറുൻ. അപ്പോൾ ഹുളറുൻ എന്ന് ഇവിടെ എഴുതുക. അടുത്തത് ഈച്ചയാണ്. ഈച്ചയ്ക്ക് എന്തോ പഠിച്ചത്? റുബാബുൻ. അപ്പോൾ റുബാബുന്ന് ഇവിടെ എഴുതുക. ഇനി എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചതല്ലേ? കാണിച്ചു തരണോ? നേരത്തെ പഠിച്ചതാണെങ്കിലും ഒരു തവണ കാണിച്ചു തരാമേ. കണ്ടോ? ഓർസുൻ, ഷജറുൻ, ത്വഷ്തുൻ, ഹുളറുൻ, റുബാബുൻ. എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ നോക്കി ഓരോ ചിത്രത്തിൻ്റെ സൈഡിലേക്കും എഴുതുക. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി നമ്പർ 3. ലാമ്, മീമ്, നൂന്, ഐന് എന്നീ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ മാത്രം താഴെ എഴുതാം. ഇവിടെ ഓരോ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഈ സെൻറ്റൻസിൽ നിന്ന് ലാമ്, മീമ്, നൂന്, ഐന് ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കുകളെടുത്ത്
താഴെ തന്നിരിക്കുന്ന വരകളിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഫീ എന്ന വേർഡിൽ ലാമോ മീമോ നൂനോ ഐന് ഇതിലേതെങ്കിലും അക്ഷരം ഉണ്ടോ? ഇല്ല അല്ലേ, അതുകൊണ്ട് അത് എഴുതണ്ട. അടുത്തത് ലൗഹൻ എന്ന വേർഡിൽ ലാമുണ്ട്, അതുകൊണ്ട് നമുക്കത് ഇവിടെ എഴുതാം. ലൗഹൻ എന്ന വേർഡ് എഴുതാം. അടുത്തത് മഹ്ഫൂലിൻ, മഹ്ഫൂലിൻ എന്ന വേർഡിൽ മീമുണ്ട്, അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതാം. ഫീ ലൗഹിൻ മഹ്ഫൂൽ, അപ്പോൾ അതിൽ ലൗഹിൻ എന്ന വേർഡും എഴുതി മഹ്ഫൂലിൻ എന്ന വേർഡും എഴുതി. ഇനി അടുത്ത നോക്കുക, അലിമത്ത്. അലിമത്ത് എന്ന് പറയുന്നതിൽ ഐനുണ്ട്, ലാമുണ്ട്, മീമുണ്ട്, അപ്പോൾ ഈ 3 ലെറ്റേഴ്സും വന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ വേർഡ് എടുത്ത് ഇവിടെ എഴുതുക. അടുത്തത് നഫ്സുൻ, നഫ്സുൻ, അതിൽ നൂന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ കോളത്തിൽ എഴുതാം. അടുത്തത് മാ, മീമ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് നമുക്ക് എഴുതണം. പക്ഷേ ഇവിടെ നമുക്ക് 3 കോളം മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ, അതുകൊണ്ട് അടുത്ത വേർഡ് നോക്കാം. ഖദ്ദമത്ത് എന്നുള്ളതിൽ മീമുണ്ട്, അപ്പോൾ അത് നമുക്ക് എഴുതേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ 3 വേർഡ് ഈ 4 വേർഡും നമുക്ക് എഴുതണം. ഓക്കെ, ഇനി അടുത്തത് 4 വായിക്കാം. ഇവിടെ 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് എന്താണെന്ന് പിന്നീട് വരുന്ന പാഠങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കും. പക്ഷേ ഇപ്പം നിങ്ങൾ 2 സെൻറ്റൻസ് ആയിട്ട് കൂട്ടി ഇത് വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വ മിൻ ശരി വാസിഖിൻ ഇദാ വഖബ്, വ മിൻ ശരി വാസിഖിൻ ഇദാ വഖബ്. അടുത്ത സെൻറ്റൻസ് നോക്ക്, വ മിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. ഇവിടെ നമ്മൾ വാസിഖിൻ എന്ന് വായിച്ചു, ഇവിടെ നമ്മൾ ഹാസിദിൻ എന്ന് വായിച്ചു. ഇവിടെ വഖബ് വന്നു, ഇവിടെ ഹസദ് വന്നു. ഇത് മാത്രമാണ് ഈ സെൻറ്റൻസുകൾ തമ്മിൽ വ്യത്യാസം വരുന്നത്. ബാക്കി വായിക്കുന്നതെല്ലാം ഒരുപോലെ തന്നെയാണ് അല്ലേ. വമിൻ ശരി വാസിഖിൻ ഇദാ വഖബ്, വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. ഇതാണ് 2 സെൻറ്റൻസുകൾ. ഇത് ഖുർആൻ ആയത്താണ്, പക്ഷേ ഇപ്പം നിങ്ങളിത് സെൻറ്റൻസ് ആയിട്ട് നോക്കി വായിക്കുക കേട്ടോ, വായിച്ച് പഠിക്കുക. അപ്പോൾ 3ാമത്തെ ആക്ടിവിറ്റിയിൽ ആൻസർ എന്താണെന്ന് നേരത്തെ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് 3ാമത്തെ ആക്ടിവിറ്റിയുടെ ആൻസർ. ഓരോരോ വാക്കുകളായിട്ട് എഴുതുക. ഇത് ആദ്യത്തെ സെൻറ്റൻസിൻ്റെ വാക്കുകളാണ്, 2 വാക്കുകൾ. ഇത് രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ പാഠവും ആക്ടിവിറ്റിയും എല്ലാം അവസാനിക്കുകയാണ്. ഒന്നുകൂടി പാഠം വായിച്ചതിന് ശേഷം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. മിമ്പറുൻ മുസമ്മിലുൻ അമദിൻ അത്അമ, മുസമ്മിലുൻ അമദിൻ അത്അമ. നഅമ മൻഫൂഷൻ നസ്തഈനു, നഅമ മൻഫൂഷൻ നസ്തഈനു. അപ്പോൾ പാഠഭാഗവും ചോദ്യോത്തരങ്ങളും ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ.